സിപിഎമ്മിൽ നിന്ന് വിട്ടുപോയ നേതാക്കളുടെ കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് പി.വി. അൻവർ. യു.ഡി.എഫ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം തുടർ തീരുമാനമെടുക്കും. പിണറായിയുടെ നേതൃത്വത്തിൽ വിട്ടുപോയവർക്കെതിരെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അൻവർ പറഞ്ഞു. പി.വി. അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ശരിയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ വ്യക്തമാകുമെന്ന് മലമ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എ. സുരേഷ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ഈ നാട്ടിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരും അതിൻ്റെ പേരിൽ യഥാർത്ഥ ലെഫ്റ്റിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ നാളെ പിണറായിയുടെയും സംഘത്തിൻ്റെയും പീഡനത്തിന് വിധേയമാകാൻ പാടില്ല. അതിനുള്ളൊരു ഐക്യമാണ്, അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു കൂട്ടായ്മയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. CPM-ൽ നിന്ന് വിട്ടുവന്നപ്പോൾ വി. സുധാകരൻ സഖാവ് ഉൾപ്പെടെ ഇപ്പോൾ കണ്ണൂരിലേക്ക് പോയാൽ നമ്മുടെ ഗോവിന്ദ മാഷ് ഉൾപ്പെടെ ഉള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്നും കാണുന്നു, സംസാരിക്കുന്നു, നോക്കാം. നമുക്ക് അത് പിന്നീട് ഒരു പ്ലാറ്റ്ഫോമോ സംവിധാനമോ അത് പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അത് യു.ഡി.എഫ് ലീഡർഷിപ്പും കൂടിയുമായിട്ട് സംസാരിക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പേ അൻവർക്ക് ഞാനായിട്ട് സൗഹൃദമുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പൊളിറ്റിക്സാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. മെയ് 4-ന് CPM-നകത്തെ കടുത്ത നമ്മുടെ ജനവിരുദ്ധ രാഷ്ട്രീയം, ഏകാധിപത്യ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനെതിരെ ആദ്യം ഫൈറ്റ് ചെയ്തത് അൻവർക്കാണ്. അത് കേരളത്തിൽ ജനങ്ങൾക്കറിയാം. അതിനുശേഷമാണ് പിന്നീട് അതൊരു മാസമായി വരികയും തെരഞ്ഞെടുപ്പ് വരികയും തെരഞ്ഞെടുപ്പ് റിസൾട്ടായി മാറാൻ പോവുകയും ചെയ്യുന്നത്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, പിണറായി സത്തിനെതിരെ മരുമോനസത്തിനെതിരെ എന്ന് പറഞ്ഞു പോകുന്ന ആളാണ് പി.വി. അൻവർ. ഒപ്പം വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു. ഇതിലിപ്പോൾ എന്താണ് ഈ നീക്കം, എന്തായിരുന്നു പ്രതികരണം? ശ്രുതി, ഇത്തവണ CPM ഒരിക്കലും ഭരണത്തിൽ വരില്ല. പിണറായിയാണോ മരുമകനാണോ പ്രതിപക്ഷ നേതാവ് ആവുക എന്ന ചർച്ചയിലാണ് LDF ഉള്ളത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പി.വി. അൻവർ ആദ്യം നടത്തുന്നത്. മാത്രമല്ല, ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റാലും അത്ഭുതപ്പെടാനില്ല. അവിടെ ഇത്തവണ പിണറായി വിജയൻ ധർമ്മടത്ത് ജയിക്കുകയാണെങ്കിൽ തന്നെ 10,000 വോട്ടുകൾക്ക് താഴെ ഭൂരിപക്ഷമേ ലഭിക്കുകയുള്ളൂ. പേപ്പറിൽ ഇതിനകം തന്നെ മുഹമ്മദ് റിയാസ് തോറ്റു കഴിഞ്ഞുവെന്നും പി.വി. അൻവർ പറഞ്ഞു. പിന്നാലെയാണ് CPM-ൽ നിന്ന് വിട്ടുമറിയാൻ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ ശ്രമിക്കുമെന്നും പി.വി. അൻവർ പറഞ്ഞത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ CPM-ൽ നിന്ന് വിട്ടുമറിയാൻ നേതാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഈ കൂട്ടായ്മയുടെ പൂർണ്ണ രൂപം അത് യു.ഡി.എഫ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുമെന്നുള്ളതാണ് പി.വി. അൻവർ അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെത്തി G. സുധാകരനുമായി ചർച്ച നടത്തും. അതിനുശേഷം ഇത്തരത്തിൽ CPM-ൽ നിന്ന് വിട്ടുമാറിയിട്ടുള്ള നേതാക്കൾ എല്ലാവരെയും കൂട്ടി ഉടൻ തന്നെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുമെന്നുള്ളതാണ് പി.വി. അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. മലമ്പുഴ കൂട്ടുപാതയിലേക്ക് എത്തി. മലമ്പുഴയിൽ ഇത്തവണ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എ. സുരേഷുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു പി.വി. അൻവർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.